സാന്ദ്ര തോമസ് പർദ്ദയിട്ടതിൽ എന്തിനാണ് ഇത്ര ചർച്ച? സാന്ദ്ര തോമസ് പോയ സ്ഥലം അവർക്കത്ര സേഫ് അല്ല എന്ന് തോന്നിയതുകൊണ്ട് അവർ അവിടെ പർദ്ദ ധരിച്ചു. നമ്മുടെ രാജ്യത്ത് ആർക്ക് ഏത് ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഓരോ വ്യക്തികളും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ഡ്രസ്സാണ് ധരിക്കാറുള്ളത്. അമ്പലങ്ങളിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സ്, സ്കൂളിൽ പോകുമ്പോൾ വേറെ ഡ്രസ്സ്, സിനിമയ്ക്ക് പോകുമ്പോൾ മറ്റൊരു ഡ്രസ്സ്, അങ്ങനെ പല ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാന്ദ്ര തോമസ് കമ്മിറ്റിക്ക് പോയപ്പോൾ അബായ ധരിച്ചു പോയതിൽ മറ്റാരും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടത്തെ വിഷയം എന്താണ്? സാന്ദ്ര തോമസ് ഇവിടെ സ്വയം കുറ്റം സമ്മതിക്കുകയാണ്. താൻ ഇത്രയും നാൾ ധരിച്ചിരുന്ന ഡ്രസ്സ് മറ്റുള്ളവർക്ക് തുറിച്ചു നോക്കാൻ പറ്റിയതായിരുന്നു എന്നവർ സ്വയം സമ്മതിക്കുന്നു. ചെറുപ്പക്കാരെ കൊണ്ട് തന്റെ ശരീരത്തിലേക്ക് തുറിച്ചു നോക്കിച്ചത് അതാണ് ഇവിടെ ചർച്ചയാക്കേണ്ടത്. ഞാൻ പർദ്ദയിട്ടില്ലെങ്കിൽ എന്നെ എല്ലാവരും തുറിച്ചു നോക്കും എന്നുള്ള സാന്ദ്ര തോമസിന്റെ തെറ്റായ സന്ദേശം അത് ശരിയല്ല. തുറിച്ചു നോക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും വ്യത്യസ്തമായ സ്വഭാവമാണ്. തുറിച്ചു നോക്കാൻ തീരുമാനിച്ചവർ പർദ്ദയല്ല ഇനി എന്തിട്ടാലും അവർ തുറിച്ചു നോക്കുകയും തോണ്ടി നോക്കുകയും ചെയ്യും. അത് അവരുടെ സ്വഭാവമാണ്. കേരളത്തിലെ ഓരോ കേസുകളെടുത്ത് നോക്കുക. 1.5 വയസ്സായ കുട്ടിയെയും 2 വയസ്സായ കുട്ടിയെയും 5 വയസ്സായ കുട്ടിയെയും പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയും ഒക്കെ ബലാത്സംഗത്തിനും പീഡനങ്ങൾക്കും ഒക്കെ ഇരയാക്കുന്നു. ഇവരാരും പർദ്ദയിടാത്തതുകൊണ്ടാണോ സാന്ദ്ര ഇതൊക്കെ നടക്കുന്നത്? ക്രിമിനൽ വാസനയുള്ള മനുഷ്യർക്ക് പർദ്ദയോ പ്രായമോ ഒന്നും ഒരു വിഷയമല്ല സാന്ദ്ര. അത് അവരുടെ സ്വഭാവമാണ്. അതിന് വേണ്ടത് അറേബ്യൻ രാജ്യങ്ങളിലെ നിയമങ്ങളാണ്. തൊട്ടവന്റെ കൈ വെട്ടുക, ബലാത്സംഗം ചെയ്തവന്റെ കഴുത്ത് വെട്ടുക എന്നുള്ള കർശന നിയമമാണ് ഇവിടെ അവരെ ഭയപ്പെടുത്തുന്നത്. ഓക്കെ സാന്ദ്ര.